നമസ്കാരം. ശബരിമല വിമാനത്താവള പദ്ധതിക്ക് വിദഗ്ധ സമിതി പച്ചക്കൊടി വീശുമ്പോൾ ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ. ദയവായി സ്ഥലമെടുപ്പിൻ്റെ പേരും പറഞ്ഞ് കേന്ദ്ര വീരന്മാരും സംസ്ഥാനത്തെ വീരന്മാരും മുടക്കരുത്. ശബരിമല വിമാനത്താവളം എന്ന് കേട്ടാൽ ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർക്ക് വേണ്ടി മാത്രമാണെന്ന് ഭക്തിവാദികളും അതുകൊണ്ടതിനെ എതിർക്കാമെന്ന് യുക്തിവാദികളും കരുതരുത്. തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് താമസിക്കുന്ന വിമാനത്തിൽ ഒന്ന് കയറിപ്പറ്റാൻ, വിമാനമിറങ്ങിയാൽ ഒന്ന് വീട്ടിലേക്കെത്താൻ നെട്ടോട്ടമോടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുന്ന ആ ഗതികളിൽ കഴിയുന്ന മധ്യ തിരുവിതാംകൂറിലെ കുറച്ച് പേർക്ക് ആശ്വാസമാണ് തീർച്ചയായും പത്തനംതിട്ടയിൽ വരുന്ന ഈ ചെറിയ വിമാനത്താവളം. നാട്ടിൽ വിമാനങ്ങൾ ഉയരുന്നത് കാരണം നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരും ദയവ് ചെയ്ത് തടസ്സപ്പെടുത്തരുത്. ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനം ഇറക്കിയാലും നിലയ്ക്കൽ വനഭൂമിക്കടുത്ത് വിമാനം ഇറക്കിയാലും ഒരുപോലെ ആശ്വാസമാണെന്ന് അധികാരികളൊന്ന് ഓർക്കണം. അല്ലാതെ മാനിനും മുയലിനും കടുവയ്ക്കും ശ്വാസം വിടാൻ പറ്റില്ല, ഉറക്കം കിട്ടുന്നില്ല, ഈ വിമാനത്തിൻ്റെ മുരൾച്ച കാരണം എന്നൊന്നും പറഞ്ഞ് പരിസ്ഥിതിവാദികൾ ദയവ് ചെയ്ത് ഉടക്കുണ്ടാക്കരുത്. പറയാൻ കാരണം, ഒടുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്ക് വിദഗ്ധ സമിതി പച്ചക്കൊടി വീശിയിരിക്കുന്നു. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാമെന്ന് സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് അവലോകനം ചെയ്ത 9-അംഗ സമിതി ശുപാർശ ചെയ്തു കഴിഞ്ഞു. സ്ഥലമേറ്റെടുക്കുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്കായി തീർച്ചയായും പ്രത്യേക പാക്കേജ് നടപ്പാക്കണമെന്നും അവർ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെയും പറയരുത് കേന്ദ്ര വീതം വേണമെന്നൊക്കെ. കാരണം ഒരു വിമാനത്താവളത്തിന് എത്രത്തോളം വളരാമെന്നതിന് സിയാൽ വിമാനത്താവളം തന്നെ നല്ലൊരു മാതൃകയായി നമ്മുടെ മുന്നിലുണ്ട്. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൻ്റെ സാമൂഹിക ആഘാത പഠനം നടത്തിയത്. 2 മാസം എടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സാമൂഹിക നീതി വകുപ്പിലെ അഡീഷണൽ ഡയറക്ടറായിരുന്ന പി പ്രതാപൻ ചെയർമാനായ 9-അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് അവലോകനം ചെയ്തു കഴിഞ്ഞു. അവരുടെ വിലയിരുത്തൽ എന്താണെന്നോ? പദ്ധതി മൂലമുണ്ടാകുന്ന സാമൂഹിക ആഘാതത്തെക്കാൾ കൂടുതലാണ് വിമാനത്താവളത്തിലൂടെ നാടിനുണ്ടാകുന്ന സാമൂഹിക പുരോഗതിയും പ്രയോജനവും എന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. നിലവിലെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി പദ്ധതിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ഇല്ലാതാകുന്നതോടെ കുടിയിറക്കപ്പെടുന്നവരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനായി ഒരു പ്രത്യേക പാക്കേജ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. കുടിയിറക്കപ്പെടുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക്, അംഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് വിമാനത്താവളത്തിൽ ജോലി നൽകണമെന്ന നിർദ്ദേശവും സമിതി മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ നാട്ടുകാരുടെ എതിർപ്പും അവിടെ ഇല്ലാതാകും. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മണിമല, എരുമേലി, തെക്ക് വില്ലേജുകളിലായി 245 വ്യക്തികളുടെ ഭൂമിയും ചെറുവള്ളി എസ്റ്റേറ്റുമാണ് പദ്ധതിക്കായി നിലവിൽ ഏറ്റെടുക്കേണ്ടത്. ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിലുള്ള 238 കുടുംബങ്ങളെയും പുറത്തുള്ള 114 കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഇതിനു പുറമെ 100 വർഷത്തിലധികം പഴക്കമുള്ള കാര്യത്തോട് NMLP സ്കൂൾ, 7 ആരാധനാലയങ്ങൾ, 5 കച്ചവട സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ ഇവയും മാറ്റി സ്ഥാപിക്കണം. അതൊന്നും ഇടത് സർക്കാരിന് മുന്നിൽ വലിയ ബുദ്ധിമുട്ടുള്ള ബാലികേറാമലയൊന്നുമല്ല. അത് സാധ്യമാക്കി എടുക്കാൻ പറ്റുമെന്ന് ഇടത് സർക്കാരും പലതവണ പലയിടങ്ങളിൽ തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്ത് കേന്ദ്ര വീരന്മാരും സംസ്ഥാനത്തെ വീരന്മാരും ഈ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയെ അത് ശബരിമല തീർത്ഥാടകർക്ക് മാത്രമായുള്ളൊരു പദ്ധതിയാണെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് എതിർക്കരുത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.